ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കണ്ണൂരിൽ നിന്ന് നമ്മൾ തിരൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 7 മണിയാണ് കേട്ടോ സമയം. അപ്പോൾ ഞാൻ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നേരത്തെ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. കാരണം എല്ലാവരും ജോലിക്ക് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ രാവിലെ റൂട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരും അതുപോലെ കടകളിലേക്ക് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയും ആൾക്കാരേനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാഴ്ച ശരിക്കും അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തിടുക്കത്തിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിൻ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. പ്ലാറ്റ്ഫോം അങ്ങനെ ഇതാ ഞാനും ട്രെയിനിൽ കയറി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ എങ്ങനെയും സീറ്റ് കിട്ടുമോ നോക്കട്ടെ. കാരണം നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എനിക്കൊരു സീറ്റൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ട്രെയിനിൻ്റെ ഉൾഭാഗം കാണിക്കാം. ഞാനിന്ന് പോകുന്നത് മലപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തിരൂർ വേണമെങ്കിലും ഇറങ്ങാം, അല്ലെങ്കിൽ കോഴിക്കോട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് തിരൂരാണ് പോകുന്നത്. കാരണം അത്രയും കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. ട്രെയിനിൽ എത്ര ഇരുന്നാലും മതിയാവാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇനി ഹെഡ്സെറ്റൊക്കെ വെച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് അങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്ന് തിരൂരിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികർ കൃപയാ ധ്യാൻ दें. गाड़ी संख्या 1 നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെയിൻ ഇപ്പം അങ്ങോട്ട് പോയിട്ടാണ്. പിന്നെ ഒരു ട്രെയിൻ പോയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണം. നടന്ന് പോയി മഴ പെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ കയ്യിലാണ് കുടയില്ല. ഇതാണ് തിരൂരാണ്. നല്ല മഴയാണ് ഗൈസ്. കണ്ടോ, എല്ലാവരും കോട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഈ ട്രെയിനാണ്. ട്രെയിനിൽ ഇരുന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്രയ്ക്ക് ദൂരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏകദേശം എത്ര മണിയായിന്ന് അറിയാം. ഞാൻ അവിടെ നിന്ന് 7:10 പോകുന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ 9 മണിയായി. 2 മണിക്കൂറുണ്ടല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോകണം. എന്നിട്ട് നേരെ മലപ്പുറം. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണൂർ ടു തിരൂർ ട്രെയിൻ ട്രാവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് കണ്ടു ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കണം. ട്രെയിനിലൂടെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള യാത്രയല്ലേ. എനിക്ക് ട്രെയിൻ ജേണി ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നും പെട്ടെന്ന് വരുന്നുണ്ടാവില്ല. കൂടെയുള്ള ആരെങ്കിലും എടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ഒരാളുണ്ട്. ഹലോ, അങ്ങോട്ടാണോ? നിങ്ങളിവിടെ വർക്ക് ചെയ്യാം? അപ്പം കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് പോട്ടെ. ചേട്ടൻ്റെ കയ്യിൽ. നിങ്ങളിവിടെ എന്തായിട്ട് വർക്കിന്? സ്റ്റേഷനിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ വന്ന
അങ്ങനെ ട്രെയിൻ അങ്ങനെ പോയി. ഇനി നമുക്ക് നേരെ സ്റ്റാൻഡിൽ പോവാം. എനിക്ക് കുട തന്ന ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ കേട്ടോ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. അങ്ങനെ പച്ചക്കൊടി കാണിക്കുന്നേ അത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം സവിത. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ കയറിയിട്ടോ. ഇനി നേരെ ബസ് സ്റ്റാൻഡിൽ പോവാണ്. പക്ഷേ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറി അവിടെ ഒരു ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ കഴിക്കുക, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാം. അങ്ങനെ ഇതാ വണ്ടി ഇറങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ചേച്ചി അവിടെ മുല്ലപ്പൂ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ രാവിലത്തെ ഈ ഒരു കാഴ്ച കാണാൻ. അപ്പം ഞാനത് വാങ്ങണോ വാങ്ങണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. വില നല്ല കുറവാണ് കേട്ടോ. ഒരു മുളത്തിന് ഏകദേശം 10 രൂപയ്ക്കേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അവർ വാങ്ങാൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്നിപ്പോൾ തലയിൽ മുല്ലപ്പൂ വെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ജസ്റ്റ് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 മുളം മുല്ലപ്പൂവും വാങ്ങിയിട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഭാഗത്ത് വെച്ചാൽ അതിൻ്റെ സ്മെല്ലെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ മുല്ലപ്പൂവൊക്കെ വാങ്ങി മുന്നോട്ട് നടക്കുമ്പോഴാണ് അവിടെ സൈഡിലൊക്കെ ഇതുപോലെ ചേട്ടന്മാരും ചേച്ചിമാരും ഇതേപോലെ മുല്ലപ്പൂ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ സാധാരണ അങ്ങനെ തിരൂർ സിറ്റിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.